ഹലോ, എൻ്റെ പേര് വിപിത. ഇന്നത്തെ വീഡിയോ രേണുവിൻ്റെ രണ്ടാം വിവാഹം അല്ല മൂന്നാം വിവാഹം, രേണുവിൻ്റെ അടുത്ത വിവാഹം അതെപ്പോഴാണ്? ഒരുപക്ഷെ രേണു പോലും അറിഞ്ഞു കാണില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ അതിനെക്കുറിച്ചാണ് കേട്ടോ ചർച്ച. രണ്ടാമത് വിവാഹം കഴിക്കണോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കണോ വേണ്ടേ എന്നുള്ളത് രേണുവിൻ്റെ മാത്രം തീരുമാനമാണ്. അത് ഒരു സെലിബ്രിറ്റി ആയി പോയി എന്ന് കരുതിക്കൊണ്ട് തൻ്റെ വിവാഹം അല്ലെങ്കിൽ തൻ്റെ ജീവിതം ഇങ്ങനെയേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞ് നിൽക്കാനായിട്ട് രേണുവിന് പറ്റില്ല. രേണുവിന് എന്നാൽ ആർക്കും പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രേണുവിൻ്റെ രണ്ടാം വിവാഹം അല്ലെങ്കിൽ രേണുവിൻ്റെ അടുത്ത വിവാഹം ആ ഒരു ചർച്ചയായ വിഷയത്തെക്കുറിച്ചാണ് കേട്ടോ. സുധിച്ചേട്ടൻ്റെ വിയോഗത്തെ തുടർന്ന് രേണുവിന് എല്ലാവരും കൂടി സഹായിച്ചൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിലിപ്പോൾ പറഞ്ഞു വരുന്നത് രേണു ഇപ്പോൾ അടുത്ത വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വീട് മറ്റാർക്കെങ്കിലും കൊടുക്കണം, അത് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണേന്ന്. നാണമില്ലേ ഇങ്ങനെ ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്തു? തീർച്ചയായിട്ടും രേണുവിനെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു വീടെന്ന് പറയുന്നത് വളരെ ഒരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് വീട് വയ്ക്കാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ തൻ്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു നിലവാരം എത്തി. അപ്പോൾ രേണുവിൻ്റെ ഒരുപക്ഷെ എല്ലാ ബാധ്യതകളും അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ മറ്റൊരു വിവാഹം വേണം എന്ന് തോന്നിക്കാണുമായിരിക്കാം. തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ലോ എന്നുള്ളത് നമുക്കറിയില്ല. രേണുവിൻ്റെ മനസ്സിലുള്ള കാര്യമാണ്, അത് നമുക്കറിയില്ലല്ലോ. എന്തായാലും നാവെടുത്ത് പറയുമ്പോൾ അറിയത്തുള്ളൂ. അതിൽ രേണു പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഫിറോസിക്കയുടെ വീട് തിരിച്ചു കൊടുക്കണം. ഞാനെന്തിനാ തിരിച്ചു കൊടുക്കണം? എനിക്കാരും ഫിറോസിക്ക ആരും എനിക്ക് വീടൊന്നും എഴുതി തന്നിട്ടില്ല. എനിക്കല്ല തന്നേക്കുന്നത്. കൊല്ലം സുധിച്ചേട്ടന് 2 ആൺമക്കളുടെ പേരിലാണ്. 2 പേർക്കും ഒരേപോലെ അവകാശത്തിൽ കൊടുത്ത വീടാണ്. ഞാൻ അവിടെ നിൽക്കുന്നത് തന്നെ ഇളയ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും നാണം കെട്ടിട്ട് നിൽക്കുന്നതിന്റെ കാരണം തന്നെ ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ. ആ കുട്ടിയുടെയും മൂത്ത കുട്ടിയുടെ വീടാണ്. മൂത്ത കുട്ടി ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു. തിരിച്ചുകൊണ്ട് അവൻ ഇന്ന് രാവിലെയാണ് പോയത്. ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അവൻ പഠിക്കുന്ന കൊല്ലത്താണ്. അവൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞു കൊച്ചിനെ അവിടെ തന്നെ നിർത്താൻ പറ്റൂലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഇത്രയും നാണം. പിന്നെ കല്യാണം അതെന്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ കല്യാണം കഴിക്കോ ഇല്ല എന്നുള്ളത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതെന്റെ ഫാമിലിക്കും അല്ലെ എന്റെ മക്കളെയും ബാധിക്കുന്ന, എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഞാൻ കെട്ടാൻ പോകുന്ന ആളെയും ബാധിക്കുന്ന കാര്യമാണ്. അതൊന്നും പുറമെയുള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുവോ ഒന്നും ചെയ്യണം. ചിലപ്പോൾ ഞാൻ കെട്ടി, ചിലപ്പോൾ കെട്ടാതില്ല. അത് എന്റെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ്. അതിന് ഈ കിടന്ന് ടെൻഷൻ അടിച്ച് വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? എനിക്ക് ആരും ഒരു വീട് എഴുതി തന്നിട്ടില്ല ഇതുവരെ. എന്നെ എഴുതി തന്നാലേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഞാനും ഒന്നും എഴുതി തന്നിട്ടില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല. ഉടനെ ഒന്നുമില്ല. 1-2 വീഡിയോയിലൊക്കെ പ്രണയമുണ്ടോന്നൊക്കെ ഞാൻ ചിരിച്ചോട് സംസാരിക്കും. പിന്നെ പ്രണയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ല. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ പറയുന്നത് കേട്ടിട്ടാവാം അങ്ങനെ ഒരു പുള്ളി പ്രസ്താവന എടുത്തത്. എനിക്കറിയില്ല. ഇപ്പം കല്യാണം കഴിക്കുന്നോടം വരെ രേണുസുതിക്കാണ് വീട്ടിൽ താമസിക്കാവുള്ള എഗ്രിമെന്റ് ഒന്നും രേണുസുതി എങ്ങും എഴുതിയിട്ടില്ല. രേണുസുതിക്ക് ആരും വീട് എഴുതി തന്നിട്ടില്ല. രേണുസുതിയുടെ പേര് സത്യം പറഞ്ഞാൽ വീടുമില്ല, ഒന്നുമില്ല. ഞാൻ ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് അവിടെ ഇത്രയും നാണം കെട്ടിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് മാത്രം. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇളയ കുഞ്ഞിന് വേണ്ടി. മൂത്ത കുട്ടി വലിയ കുട്ടിയാണ്. അവൻ ഒരു ദിവസം പോലും നിൽക്കത്തില്ല. എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിൽക്കത്തില്ല. നിങ്ങൾ അതോട്ട് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഇത്രയും വായിന്ന് കേട്ട് നിൽക്കുന്ന തന്നെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായത്? അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ, ഞാൻ ഇന്നാൾ പറഞ്ഞ കുഞ്ഞിനെ നോക്കാം. അപ്പൊ വേറെ അടുത്ത കണ്ടന്റ് വരാം. കുഞ്ഞിനെ നോക്കാൻ സമയമില്ല അവളോട്. ഒന്നുമല്ല, എന്റെ കുഞ്ഞുങ്ങളെ 2 ഇതുവരെ എത്തിച്ചത്, ഇതുവരെ നോക്കിയത് രേണുസുതി തന്നെയാണ്. മനസ്സിലായോ? അപ്പം ആ വീട്ടില് എനിക്ക് അവകാശമില്ല, അത് ഉറപ്പാണ്. പക്ഷെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നിൽക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അഥവാ ഫിറോസിക്കയുടെ ടെൻഷൻ കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ കെട്ടിനെ കൊണ്ട് അവിടെ നിൽക്കുന്ന അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഓർക്ക് പേടിക്കേ വേണ്ട. അത്രേ ഉള്ളു ഇതിനകത്ത് പ്രശ്നം. നാളെ കൂടെ കഴിയുമ്പോൾ ഞാൻ വയ്യാണ്ടായി അല്ലെങ്കിൽ ഞാൻ കിടപ്പിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരൊക്കെയാണ് എനിക്ക് ചെലവിന് തരുന്നത്. കാരണം എല്ലാവർക്കും എന്താ പറയാ നോക്കാം. നമ്മള് ഇങ്ങനെ ഏജൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ലായിരുന്നു. മക്കളുടെ ലൈഫ് നോക്കും. ഞാൻ അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇവരായിരിക്കും എന്നെ വന്ന് നോക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. അതാവണം. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ വാശി പിടിക്കുന്നത്. എന്തിനാ കെട്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ. ഞാൻ കെട്ടാൻ പോകുന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. കെട്ടിയിട്ടുമില്ല ഞാൻ ഇതുവരെ. ഇപ്പോഴും കൊല്ലം സുധിച്ചേണ്ട വൈഫ് തന്നെയാണ് ഞാൻ എങ്ങും പോയി രഹസ്യത്തിലും കെട്ടിയിട്ടില്ല, പരസ്യത്തിലും കെട്ടിയിട്ടില്ല. ഇപ്പോഴും നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് നമ്മള് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിൽ പറയും. ഞാൻ പറഞ്ഞു ഇപ്പൊ 2 വർഷം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചാലില്ലെങ്കിലും ഇവരാരും അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവരെ എനിക്കൊന്നും എഴുതി തന്നിട്ടുമില്ല. ആ പിള്ളേരുടെ പേരിലാണ് എഴുതി കൊടുത്തത്. മനസ്സിലായി? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. എന്ത് തിരിച്ചു കൊടുക്കണോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ വീട്ടിൽ ആരുമല്ല. ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാരും എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ്. അത് സുധിച്ചേണ്ട കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും? 5-6 വയസ്സ് തികഞ്ഞ കുട്ടീനെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എന്റെ അവകാശപ്പെട്ട വീടേ അല്ലത്. ഞാൻ എല്ലാവരോടും പറയുന്നത് എന്റെ വീടല്ല.
ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ്. ഇനിയിപ്പോ അഥവാ കല്യാണം കഴിച്ച് വന്നാൽ പോലും 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാൽ പോലും ആ വീടിനകത്ത് എന്താണ് ഞാൻ മനസ്സിലായത്, ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്താം. പോരെ അത് പോരെ, അത്രയും ഞാൻ എന്തായാലും ബാക്കി വെക്കല്ലോ. ഇതിൽ രേണു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ കഴിക്കും, പക്ഷേ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ ആ വീട്ടിൽ താമസിക്കില്ല. ഇപ്പോൾ എൻ്റെ മകൻ്റെ കൂടെ ഞാൻ ആ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പോൾ എനിക്കും അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ എൻ്റെ 2 മക്കളെ നോക്കാനായിട്ട് മനസ്സുള്ള ഒരാളെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾ വരുവാണെങ്കിൽ അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോൾ ഒരാളില്ല, അപ്പോൾ അങ്ങനെ ഒരാൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമെന്നുള്ളത്. രേണുവിന് അധികം പ്രായമൊന്നുമില്ല, 32-34 വയസ്സിൻ്റെ ഇടയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ രേണുവിനെ സംബന്ധിച്ച് അടുത്തൊരു വിവാഹം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തെറ്റു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മറ്റൊരു ജീവിതം വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയി പോയത് കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളുടെയും നമുക്ക് ഇങ്ങനെ തന്നെ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളെയും പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവർക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ അവരങ്ങനെ ഇഷ്ടമുള്ളത് ജീവിക്കട്ടെ. എന്തിനാ അവരുടെ നല്ല നല്ല കാര്യങ്ങൾ, അവർ സംസാരിക്കുന്ന രീതി, അവർ പെരുമാറുന്ന രീതി, അവരുടെ നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ കണ്ട് പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവർ ജീവിക്കുന്ന രീതി, അല്ലെങ്കിൽ അവർ എങ്ങനെ ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് എത്തി, അതിനുള്ളിലുള്ള അവരുടെ സ്വഭാവം എന്തായിരുന്നു, പുറമെ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായത് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ അത്രത്തോളം വളർന്നു, നെഗറ്റീവ് ആണെങ്കിലും കുറച്ച് പബ്ലിസിറ്റി കിട്ടിയിട്ട് അങ്ങനെ ജീവിക്കാമെന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കാം, എന്തോ അവരവരുടെ പാട് നോക്കി അവർ ജീവിക്കുന്നു. ഇപ്പോൾ അവർക്ക് നല്ല ഇതൊക്കെയുണ്ട്, അപ്പോൾ ഒരു ജീവിതം വേണം തോന്നിയിട്ടുണ്ടാവും, അതിന് തെറ്റു പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണം ജീവിതകാലം മുഴുവൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ. പിന്നെ അവർ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ആ വീട് തിരിച്ചു തരണം കേട്ടോ, നാണുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്. ഒരു കൊടുത്തത് ഒരു പക്ഷേ രേണു പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അയാളെ കൊണ്ട് ഞാൻ ആ വീട്ടിൽ താമസിക്കില്ല, ഞാൻ വേറെ വീട്ടിലേക്ക് താമസിക്കത്തുള്ളൂ എന്ന്, എൻ്റെ മക്കളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. എന്തായാലും അപ്പോൾ അതിനോടൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി കാണും, രേണു തന്നെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ, അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് വന്ന ആളുടെ പേരൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ആ വ്യക്തി എൻ്റെ മുമ്പത്തെ വീഡിയോസിന് ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കമൻറ്റ് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ, അതായത് ആ ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റ്സ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് കമൻറ്റ് വേറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഇട്ടിരുന്ന കമൻറ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും വിജയങ്ങൾ നമ്മൾ ഇതിലൂടെ നമ്മുടെ ചാനലിലൂടെ പറയാം, അത് പുതിയ വീഡിയോ ആയിട്ട് വരാം. കൂടാതെ ഇങ്ങനെ വിഷം തുപ്പുന്ന കുറച്ച് പേരുണ്ട്, അപ്പോൾ അവരുടെ വീഡിയോയും കൂടി ആയിട്ട് ഞാൻ വരാമെന്നൊരു ക്ലോസിങ്ങിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ. പക്ഷേ അതിനൊരു കമൻ്റായിട്ട് എനിക്ക് വന്നിരിക്കുന്നത്, ഇങ്ങനെ നീ ഒരുപാട് വിഷം തുപ്പുന്നത് കൊണ്ടാണ് നിൻ്റെ ചാനൽ അടിച്ചു പോയതെന്ന്. അതായത് നമ്മുടെ ഗോൾഡൻ ഡയറീസ് എന്ന് പറഞ്ഞുള്ള മെയിൻ ചാനൽ ഉണ്ടല്ലോ, അത് പോയതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് എനിക്ക് സങ്കടം തോന്നി. പക്ഷേ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന ഒരാളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത നിനക്ക് ഇത് തന്നെ വേണമെന്ന്. ഇതിൽ നിങ്ങൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, വ്യക്തിഹത്യ ചെയ്ത ആളെ സപ്പോർട്ട് ചെയ്തു എന്ന്. ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുമോളെയാണ്. അപ്പോൾ അനുമോളെ എങ്ങനെയാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ വ്യക്തിഹത്യ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് നമുക്ക് ഫലം കിട്ടുന്നത്. അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസ് അവർ പുറത്തിറങ്ങിയതിന് ശേഷം ഓരോന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് സൈബർ ബുള്ളിങ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രവൃത്തിയുടെ പ്രശ്നമാണ്. അവരുടെ മനസ്സിൻ്റെ ഗുണമാണ് അവരവിടെ പോയി കാട്ടിയത്. റീ എൻട്രി എന്ന് പറയുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവിടെ പോയിട്ട് എന്ത് തോന്നിയാസങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കൊണ്ടാണ് അവർക്ക് പുറത്തിറങ്ങിയിട്ട് നാട് വിടേണ്ടി വന്നതും എയറിൽ കയറേണ്ടി വരുന്നതും. അങ്ങനെ പലതരത്തിലുള്ള ഓരോരുത്തരൊക്കെ ഉണ്ടല്ലോ, പലരും പലതരത്തിലുള്ള കുശുമ്പും കുന്നായ്മയും കൊണ്ട് ഇപ്പോൾ ലൈവിലൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവരനുഭവിക്കേണ്ടി വന്നിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തിക്കാണ്. അല്ലാതെ അനുമോൾ അതിൽ വ്യക്തിഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്ത് ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തിഹത്യ ചെയ്ത ആളെ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് കുറച്ച് കോമൺ സെൻസോടെ കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇത്തരം പ്രസ്താവനകൾ പുറത്തു പറയാട്ടോ. അല്ലെങ്കിൽ നാണക്കേടാണ്, നമുക്ക് ബുദ്ധിയില്ലെന്ന് മറ്റുള്ളവർ കരുതും. നമ്മളോട് തന്നെ ചോദിക്കുക ആദ്യം, നമ്മൾ പറയണതും ചെയ്യണമൊക്കെ ശരിയാണോ എന്ന്. അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ മണ്ടന്മാരാണ്. വെറുതെ എന്തിനാ, നമ്മൾ മണ്ടനാണെന്നെങ്കിൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോലെ, നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന എന്തിനാ. എനിക്കറിയാം അനുമോളുടെ വിജയം പലർക്കും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്ന്, പലർക്കും അത് സഹിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ വിചാരിച്ചു
വിജയിക്കുന്നത് മറ്റു പലരും ആണെന്ന്. അപ്പോൾ അത് നടക്കാതെ പോയതിൻ്റെ ഇതാണ്. കുറേ പേരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് സാരില്ല, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. കുറച്ച് നേരം ഇതേപോലെ അങ്ങോട്ട് കരഞ്ഞിട്ടും അങ്ങോട്ട് സങ്കടം തീരുന്നില്ലെങ്കിൽ ഇതേപോലെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാകും. അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവരെ പ്രാഗി അങ്ങോട്ട് നശിപ്പിക്കുക. കമൻറ്റ് ഇട്ട വ്യക്തിയോടും നിങ്ങളുടെ ബൾക്ക് ഓഫ് വ്യൂവേഴ്സിനോടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതായത് നിങ്ങളെ പോലെയുള്ള കുറച്ച് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി കപ്പെടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാളുടെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ പറ്റില്ലെന്ന്. അത് അന്ന് ഇതേപോലെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോൾ ആ കമൻറ്റിന് ഞാൻ റെസ്പോണ്ട് ചെയ്തു. സാധാരണ ഞാൻ കരുതാണ് നെഗറ്റീവ് കമൻറ്റിനൊന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത്, പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്. പിന്നീട് വരുന്ന നെഗറ്റീവ് കമൻറ്റ് ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനൊന്ന് ഒരു തവണ കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്ന്. ലാസ്റ്റാണ് കേട്ടോ, ഇനി നിങ്ങൾ എന്ത് നെഗറ്റീവ് ഇട്ടാലും ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷേ ഇതെനിക്ക് പറയാൻ തോന്നിയത് എന്താ വെച്ചാൽ, എനിക്ക് നിങ്ങളോട് ഞാൻ ഒന്ന് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രൂരത എന്നോട് കാണിച്ചത്, അല്ലെങ്കിൽ എന്നോടല്ല ആരോട് കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരുടെ വിജയം കാണാൻ പറ്റിയോ? ഒന്ന് കൈയടിക്കാൻ പറ്റിയോ? ഒന്ന് സന്തോഷിക്കാൻ പറ്റിയോ? ട്രോഫി അനുമോള് പൊക്കിയപ്പോൾ TV ഓഫ് ചെയ്ത് പോകാനല്ലേ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങൾക്ക് പറ്റിയോ എന്തെങ്കിലും? ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് അന്നേ പറയാനുള്ളൂ, നമ്മൾ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടോ ഒരാളെ നശിപ്പിച്ചുകൊണ്ടോ നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിഷം തുപ്പുന്ന കമൻറ്റുകൾ ഇടാനേ പറ്റുള്ളൂ. നിങ്ങൾ ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ അടുത്ത സീസണിലും ഇതേപോലെ നിങ്ങൾ PR കൊടുത്ത് ഉള്ളവരുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ PR വാങ്ങിച്ചവരെ ആയിരിക്കില്ല ഒരു പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് കളിക്കുന്ന ഒരാളായിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ വേറെ ആൾക്ക് PR കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ കണ്ണാൽ കാണുന്ന, എൻ്റെ ചെവിയാൽ കേൾക്കുന്ന, എനിക്ക് തോന്നിയ എൻ്റെ ചെറിയൊരു ബുദ്ധിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും ഇന്നാളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയും, പക്ഷേ ഞാൻ ചെയ്യൂല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എൻ്റെ ചാനൽ അടിച്ചു കളയും. അതാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴും എന്നെ ചെയ്യുമായിരിക്കും. അടുത്ത തവണ സീസണിൽ വരുമ്പോഴും നിങ്ങൾ എൻ്റെ ചാനൽ അടിച്ച് കളയുമായിരിക്കും. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ഞാൻ അടുത്ത ചാനൽ തുടങ്ങും, എന്നിട്ട് ഇതേപോലെ പറയും. നിങ്ങൾ എത്രത്തോളം അടിച്ച് കളയുന്നോ അത്രത്തോളം എനിക്ക് വാശി കൂടാണ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ത്വര കൂടാണ്. അത് ഞാനത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാൾ എനിക്ക് തോന്നുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സീസൺ 3 മുതൽ, അപ്പോൾ അതായത് ഒരു 4-5 വർഷമായിട്ട് ക്യാമറയുടെ ബാക്കിൽ നിന്ന് മാത്രം വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, ഞാൻ എന്തുകൊണ്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹം അത്രയും വലുതായതുകൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും കൂടി ഇത് ചാനലോടെ എന്നോട് അടിച്ച് കളഞ്ഞ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായി എനിക്ക്. ഭയങ്കരമായിട്ട് എന്താ പറയുക, തളർന്നു പോയി ഞാൻ, ഭയങ്കര ഫ്രീസായിപ്പോയി. ഇനി ഭയങ്കര സങ്കടം തോന്നി എനിക്ക് വേറൊരു ജോലിയുള്ള ആളാണ്, ഒരു വരുമാനം കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇത് ആദ്യം മുതൽ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്നതിൽ പിന്നീട് എനിക്ക് ജോബും കാര്യങ്ങളൊക്കെ ആയെങ്കിൽ പോലും എനിക്കിത് വിട്ട് കളയാൻ തോന്നിയില്ല. ഞാനത് ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ലീവ് എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. നിങ്ങൾ ആലോചിക്കണം, ബിഗ് ബോസ് തുടങ്ങുന്ന ഒരു 3 മാസം അല്ലെങ്കിൽ 100 ദിവസം ലീവ് എടുത്ത് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം എൻ്റെ ചാനലിനോട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ചാനൽ നിങ്ങൾ അടിച്ചു കളഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമിച്ച് നിന്നു. പക്ഷേ ഞാൻ വേറെ ചാനൽ തുടങ്ങി. ഇത്ര നാൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇനിയിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ഭാവിയിൽ എനിക്കത് നന്നേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞത് എനിക്കറിയാം. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ, അനുമോൾ വിജയിച്ചില്ലേ, അനുമോൾ വിന്നറായില്ലേ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. എൻ്റെ ചാനൽ പോയതിൻ്റെ സങ്കടം, ഞാൻ ആ കപ്പ് എടുത്തപ്പോൾ നിങ്ങൾ അത് കണ്ടോയെന്നറിയില്ല, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം അനുമോൾ വിജയിച്ചതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. കൂടാതെ ഫൈറ്റ് ചെയ്തു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഫൈറ്റ് ചെയ്തു അനുമോൾ തന്നെ വിന്നറാവണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് നടന്നു. അപ്പോൾ എൻ്റെ ചാനൽ പോയതിൻ്റെ സങ്കടം എനിക്ക് അതിലൂടെ മാറി. പിന്നെ ചാനലിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ പറയുകയാണ്, ഞാൻ അതിനുവേണ്ടി കേസ് കൊടുത്തേക്കാണ് കേട്ടോ. അതിപ്പോൾ ലീഗലി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മെയിൻ ചാനലിന് വേണ്ടിയുള്ള. അതെന്താവുമെന്ന് എനിക്കറിയില്ല. അത് ചാനൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് എനിക്കത് വീണ്ടും അത് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഞാനത് കേസ് കൊടുത്തിരിക്കുകയാണ്. അതെന്തോ ആയിക്കോട്ടെ, അത് ആ വഴിക്ക് പോട്ടെ. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു വരുമാനം കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പറഞ്ഞ പോലെ
ഞാൻ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്നെ വിലക്കെടുക്കാമെന്ന് ആരും കരുതണ്ട. അടുത്ത സീസണിലാണെങ്കിലും ഞാൻ ഒരു 50 ദിവസത്തോളം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. 2-3 പേരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കളിക്കാണ്ട് ഇപ്പോൾ സാബുമാനെ പോലെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നവർ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അല്ലാണ്ട് ബാക്കിയുള്ള കളിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അതൊരു 3-4-5 പേരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതിനൊരു 50 ദിവസം കഴിഞ്ഞിട്ട് ഗെയിം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നൈസായിട്ട് ഞാൻ ഓരോരുത്തരെ അടിക്കും, താഴെയിടും. ഞാൻ എൻ്റെ ലിസ്റ്റിൽ നിന്ന് കളയും. ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ റിവ്യൂവേഴ്സ് ഉണ്ടാവും കേട്ടോ, നല്ല വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർ സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷേ ഞാൻ പാവം എനിക്ക് തോന്നിയവരെ സപ്പോർട്ട് ചെയ്യും. 3-4 പേരെ അതിൽ നിന്ന് കളഞ്ഞ് 2-3 പേരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഈ 3 പേരിൽ എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും കയറി പോട്ടെ, കഴിവുള്ളവർ കളിച്ച് പോട്ടേന്നേ. പക്ഷേ അവസാനെത്തുമ്പോൾ നമ്മൾ നേരും നെറിയായിട്ട് കളിക്കുന്നവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മൾ അഭിനയിച്ച് നിൽക്കുന്നവരുടെ ഇതുണ്ടല്ലോ, ചിലപ്പോൾ അവസാന ആഴ്ചയായിരിക്കും യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ പുറത്തു വന്ന് പോയവരൊക്കെ എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട്, ഈ സീസണിലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അടുത്ത സീസണിൽ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. എന്നെ വിലക്കെടുക്കാമെന്ന് ആരും കരുതണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കമൻ്റ് ഇട്ട ആളാരാന്ന് തനിക്ക് അറിയാമായിരിക്കും, ഞാൻ പറയുന്നില്ല. ഒരുപാട് വീഡിയോസിന് താൻ കമൻ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ചെയ്തു. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.